ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ നേടിയെടുക്കുവാനാണ് മക്കളെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് അറിയാത്ത അമ്മയും അച്ഛനും. ഭാവിയിൽ മക്കൾ തൻ്റെ ശത്രുക്കളായി മാറുന്നു. എന്തായാലും മോക്ഷം എന്നുള്ള ഒരു അനുഭവം കിട്ടണമെങ്കിൽ സ്നാനം ചെയ്താൽ പോരാ, ജ്ഞാനം വേണം. ജ്ഞാനമാകുന്ന സ്നാനത്തിൽ എത്തിച്ചേരണം. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭൂർ മാതേ സങ്കോസ്ത കർമ്മണി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ. കർമ്മഫലം എങ്ങനെയൊക്കെ എവിടെയൊക്കെ എങ്ങനെ വരുന്നു ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പാപകർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പാപകർമ്മം അവൻ അനുഭവിച്ചേ മതിയാകൂ. അത് ഇവിടുന്ന് അല്ലെങ്കിൽ മറ്റൊരു ദിക്കിൽ നിന്ന് കിട്ടും. ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മുടെ ഈ മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഭാരതീയ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ തപസ്സിൽ കൂടെ കണ്ടെത്തിയ സത്യമാണല്ലോ വേദങ്ങൾ. ആ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മനുഷ്യജന്മത്തിന് പല പല ലക്ഷ്യങ്ങളും പറയുന്നുവെങ്കിലും ഏറ്റവും പ്രധാനമായി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ നേടിയെടുക്കുവാനാണ് ഈ മനുഷ്യജന്മം മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. ഈ 4 പുരുഷാർത്ഥങ്ങളും ഒരു മനുഷ്യജന്മത്തിൽ നാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. ആ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ധർമ്മവും അർത്ഥവും കാമവും നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ തന്നെ ഗുരുകൃപയും ഈശ്വരകൃപയും നമ്മളുടെ കഠിന പ്രയത്നവും ആവശ്യമാണ്. നാം പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്കാരം കൊച്ചുകുട്ടികൾക്ക് ചെറുതിലേ മുതലേ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത്? നമ്മുടെ കുട്ടിപ്രായത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകളാകുന്നു നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെയ്യുന്നത്. ഒരു മനുഷ്യന് നമ്മളെ കുട്ടിപ്രായത്തിൽ സംസ്കരിച്ച് എടുക്കേണ്ട കർത്തവ്യം യഥാർത്ഥത്തിൽ കുട്ടികൾക്കല്ല, രക്ഷിതാക്കൾക്കാണ്. അമ്മയ്ക്കും അച്ഛനും. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണല്ലോ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ഗുരു, എല്ലാവരുടെ ഒന്നാമത്തെ ഗുരു അമ്മയാകുന്നു. രണ്ടാമത്തെ ഗുരു അച്ഛനാകുന്നു. മൂന്നാമത്തെ ഗുരുവാണ് ആചാര്യൻ. സ്വാമിജി, നമ്മൾ രാവിലെ പത്രം തുറന്നു വയ്ക്കാൽ നമ്മൾ കാണുന്ന അതിലെ കാഴ്ചകളെന്ന് പറയുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു. ഇങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ സമൂഹം ഇന്ന് കണി കണ്ട് ഉണരുന്നത് തന്നെ. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദി രക്ഷിതാക്കളാകുന്നു. സ്വന്തം മക്കളെ വളർത്താൻ അറിയാത്ത രക്ഷിതാക്കൾ, അതാണ് നമുക്ക് ഏറ്റവും പറ്റിയ ശാപം. മക്കളെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് അറിയാത്ത അമ്മയും അച്ഛനും. ഭാവിയിൽ മക്കൾ തൻ്റെ ശത്രുക്കളായി മാറുന്നു. ഒരു കുട്ടിയെ ചെറിയ കുട്ടിപ്രായം തൊട്ട് നമ്മുടെ ശരിക്കും ഭാരതീയ സങ്കല്പത്തിൽ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചതിന് ശേഷം അവർ തമ്മിൽ സംഗമിക്കുമ്പോൾ തന്നെ ഈശ്വര ആരാധന തുടങ്ങേണ്ടിയിരിക്കുന്നു. അവിടെയാണ് തുടക്കം. എന്ന് പറഞ്ഞാൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് 41 ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ എടുത്ത് എനിക്ക് നല്ലൊരു സന്തതി ജനിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് പല പല മന്ത്രങ്ങളുമുണ്ട്. അതിന് വ്യത്യസ്ത ആചാര്യന്മാർക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ്. എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ആചാര്യനെ, ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ ആചാര്യനെ സ്വീകരിച്ച് മന്ത്രദീക്ഷയൊക്കെ വാങ്ങി അങ്ങനെ 41 ദിവസം വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എനിക്ക് ശുഭമായ സങ്കല്പത്തോടുകൂടി എനിക്ക് നല്ലൊരു പുത്രൻ അല്ലെങ്കിൽ പുത്രി ജനിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടെ
അങ്ങനെയാണ് ഭർത്താക്കന്മാർ സംഗമിക്കുന്നത്. അതിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഗർഭിണിയായതിനു ശേഷം ആ അമ്മ നിരന്തരമായ ഈശ്വര വിചാരത്തിലും നല്ല നല്ല കാര്യങ്ങൾ കണ്ടും കേട്ടും കുട്ടിക്ക് ഉള്ളിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴേ കുട്ടി നല്ലൊരു സന്താനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സന്താനം ഉണ്ടായതിനു ശേഷവും കുട്ടിക്ക് നല്ല നല്ല വിചാരങ്ങളും നാമജപവും അങ്ങനെ പല പല സംസ്കാരങ്ങളും നമ്മൾ കൊടുക്കണം. എങ്കിലേ കുട്ടി നന്നായി വളരുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. എല്ലാവരും ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നൊരു സമ്പ്രദായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹം അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് നല്ലൊരു സംസ്കാരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണ്. അതിനുപരിയായി ആചാര്യന്മാർക്കുണ്ട്. ആചാര്യന്മാർക്ക് ഉണ്ടെങ്കിലും അവരുടെ അടുത്തെത്തണം കുഞ്ഞുങ്ങൾ, എങ്കിലല്ലേ അവർക്ക് നന്നാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ആചാര്യൻ അമ്മയാണ്, ഒന്നാമത്തെ ഗുരു. രണ്ടാമത്തെ ഗുരു അച്ഛനാണ്. ഈ ഒരു സംസ്കാരം പോകുന്നത് കൊണ്ടാണ് കുട്ടികൾ വളർന്നു വരുമ്പോഴേക്കും അച്ഛനെയും അമ്മയെയും തള്ളി അവരെ പല പീഡനങ്ങൾക്കും ഇരയാകേണ്ട അവസരം വന്നു ചേരുന്നത്. നമ്മുടെ ഭാരതഖണ്ഡത്തിൽ ഒരു പുൽക്കൊടിയായിട്ട് ജനിക്കുന്നതും വളരെ പുണ്യമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതിലും വലിയ പുണ്യമാണ് മനുഷ്യ ശരീരത്തിലൂടെ ഒരു ജീവാത്മാവ് ഭാരതഖണ്ഡത്തിൽ ജനിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു മനുഷ്യജന്മത്തിൽ ജനിച്ച ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അവരുടെ യഥാർത്ഥ ലക്ഷ്യം മോക്ഷമാണ്. പക്ഷേ ഈ മോക്ഷമാകുന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ധാർമ്മികമായി ജീവിക്കണം ഒരു മനുഷ്യൻ. ധാർമ്മികമായി ജീവിക്കുമ്പോൾ മാത്രമേ അവന് മോക്ഷത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. മോക്ഷം എന്താണെന്ന് തന്നെ അവൻ അറിയില്ല. അപ്പോൾ ഒരു വ്യക്തി മോക്ഷം എന്താണെന്ന് അറിയണമെങ്കിൽ തന്നെ ധാർമ്മികമായി ജീവിക്കുമ്പോൾ അവനിൽ സ്വാഭാവികമായും വന്നു ചേരും മോക്ഷത്തെക്കുറിച്ചും, എന്താണ് ധർമ്മമെന്നും, ഞാൻ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണമെന്നും, ആ സമ്പത്ത് എങ്ങനെ ഞാൻ വിനിയോഗിക്കണമെന്നും ഒക്കെയുള്ള ഒരു ചിന്താഗതി അവനിൽ ഉടലെടുക്കും. കുംഭമേള എന്ന് പറയുന്നത് നമ്മൾ പലരും പല വർഷങ്ങളോളം കുംഭമേള കേട്ടിട്ടുണ്ട്. അപ്പോൾ പലരും അത് സന്യാസിമാർ മാത്രം ആ സ്നാനം ചെയ്യാൻ പോകുന്ന ഒരു കർമ്മമായിട്ടാണ് നമ്മളെല്ലാം കണ്ടത്. ഇപ്പം വന്നിപ്പം എല്ലാ ജനങ്ങൾക്കും ഭക്തിയുടെ മാർഗം പലരും സ്വീകരിക്കാൻ തുടങ്ങി. കുംഭമേള എന്നപ്പോൾ നടന്ന കുംഭമേളയ്ക്ക് ഒരുപാട് ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും പല വ്യക്തികളും കുംഭമേളയ്ക്ക് ഒന്ന് സ്നാനം ചെയ്യാൻ വന്നിരുന്നു. യഥാർത്ഥത്തിൽ കുംഭമേള എന്ന് പറയുന്നത് എന്താണ്? കുംഭമേള എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തീർത്ഥസ്നാനമാണ്. തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ വളരെ പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിശദീകരണമൊന്നും എനിക്കറിയില്ലെങ്കിലും പാലാഴി മദനത്തിൽ അമൃത് കൊണ്ടുപോകുമ്പോൾ അവിടെ അല്പം വീണു എന്നാണ് പറയപ്പെടുന്നത്. അമൃത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത് എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾക്ക് ഉപരിയായി മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഈ അമൃത് കഴിച്ചാൽ എന്നാണ് ഈ അമൃതിൻ്റെ പ്രത്യേകത. ഈ അമൃത് അവിടെ വീണു എന്നും ഈ പ്രത്യേക ദിവസങ്ങളിൽ അവിടുന്ന് സ്നാനം ചെയ്താൽ മോക്ഷം കിട്ടുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും മോക്ഷം എന്നുള്ള ഒരു അനുഭവം കിട്ടണമെങ്കിൽ സ്നാനം ചെയ്താൽ പോരാ, ജ്ഞാനം വേണം. ജ്ഞാനമാകുന്ന സ്നാനത്തിൽ എത്തിച്ചേരണം. എന്തായാലും പുണ്യമാണ്, വലിയൊരു പുണ്യം ലഭിക്കും. ഇനി തീർത്ഥം എന്ന് പറഞ്ഞാൽ ജലം ഭഗവാന്റെ ഒരു വലിയ അവതാരം തന്നെയാണ്. ജലം നമ്മൾ ചിന്തിക്കുന്നില്ല. ഭഗവാന് 10 അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഭഗവാൻ തന്നെയാകുന്നു ജലമായി അവതരിച്ചത്, ഭഗവാൻ തന്നെയാകുന്നു വായുവായി അവതരിച്ചത്, ഭഗവാൻ തന്നെയാണ് അഗ്നിയായി അവതരിച്ചത്, ഭഗവാൻ തന്നെയാണ് ഭൂമിയായി അവതരിച്ചത്, ഭഗവാൻ തന്നെയാണ് ആകാശമായും അവതരിച്ചത്. അപ്പോൾ ഭഗവാന്റെ വലിയൊരു അവതാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ജലം എന്ന് പറഞ്ഞാൽ ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. എന്തായാലും ജലം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു പ്രത്യക്ഷ രൂപം തന്നെയാണ്, ഭാവം തന്നെയാണ്. ജലമില്ലാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെങ്കിലും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചവും നമ്മളുടെ ശരീരമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. പഞ്ചഭൂതങ്ങൾ ആവശ്യമാണ് വേണ്ടതുപോലെ. അപ്പോൾ അതിൽ പഞ്ചഭൂതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഭൂതമാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, പ്രേതവും ഭൂതമൊന്നുമല്ല, ഭവിച്ചത്. അപ്പോൾ ആ ഭവിച്ച ജലം നമ്മുടെയൊക്കെ തീർത്ഥമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥമാണ് ഈ നമ്മളിപ്പോൾ ഈ സ്നാനം ചെയ്യുന്ന ഈ തീർത്ഥം. നമ്മുടെ 2025 മഹാകുംഭമേള നടന്നു. അങ്ങനെ ഒരു പുണ്യ കർമ്മത്തിന് നമ്മളെല്ലാവരും സാക്ഷിയായി. മഹാകുംഭമേള എന്ന് പറയുന്നത് പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പലരും വന്ന് അവിടെ സ്നാനം ചെയ്യുന്നതോടുകൂടി അവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ. അങ്ങനെ ഒരു പുണ്യ ഭൂമിയിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരും വ്രതശുദ്ധിയോടുകൂടി വേണം അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ. അങ്ങനെയുള്ള ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇടയ്ക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വ്യക്തി മാംസാഹാരം അവിടെ കൊണ്ടുവന്ന് അതിനെ അശുദ്ധിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ്. ഇങ്ങനെ അശുദ്ധിയാക്കാൻ ഒരു വ്യക്തി ശ്രമിച്ചാൽ ആ ജീവാത്മാവിന് എന്ത് പാവമാണ് ലഭിക്കുക? കർമ്മത്തിൻ്റെ ഫലം, കർമ്മവും കർമ്മഫലവും ഈ രണ്ടേ ഉള്ളൂ ഈ ലോകത്തിൽ. നമുക്ക് എന്ത് കർമ്മം ചെയ്യാനും ഇവിടെ അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ ഫലവും നമ്മൾ നിർബന്ധമായും അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ കർമ്മവും കർമ്മഫലവും, അപ്പോൾ കർമ്മം ചെയ്യാൻ നമ്മൾ അധികാരപ്പെട്ടിരിക്കുന്നു. കർമ്മത്തിൻ്റെ ഫലം നമുക്ക് എന്താണ് വരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭൂർ മാതേ സങ്കോസ്ത കർമ്മണി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ. കർമ്മഫലം എങ്ങനെയൊക്കെ എവിടെയൊക്കെ എങ്ങനെ വരുന്നു ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പാപകർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പാപകർമ്മം അവൻ അനുഭവിച്ചേ മതിയാകൂ. അത് ഇവിടുന്ന് അല്ലെങ്കിൽ മറ്റൊരു ദിക്കിൽ നിന്ന് കിട്ടും, അത് ഉറപ്പാണ്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അനുസരിച്ചുള്ള കണക്കുകൾ കൂട്ടിയിട്ടാണ് അയാളുടെ നാളും നക്ഷത്രവും നോക്കി ജാതകവും കുറിക്കപ്പെടുന്നത്. അങ്ങനെ കുറിക്കപ്പെടുന്ന ഒരു വ്യക്തി അതനുസരിച്ച് അയാൾ ജീവിതത്തിൽ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പലരും പറയുന്നുണ്ട് എൻ്റെ ജാതകം ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുതിട്ടും എനിക്ക് എൻ്റെ സമയം ഒരിക്കലും മാറുന്നില്ല. പക്ഷെ ക്ഷേത്രത്തിലെ ഒന്നും പോകാത്ത വ്യക്തികൾ ചിലവരുണ്ട്. പക്ഷെ അവർക്ക് ജാതകവും നല്ല സമയമാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ജീവിച്ചു പോകുന്നുമുണ്ട്. എൻ്റെ ചോദ്യം അതാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജാതകം അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവന്റെ വിധിയെ മാറ്റാനുള്ള എന്തെങ്കിലും പോംവഴി വേദങ്ങളിൽ ഉണ്ടോ? എന്താണ് ആ പോംവഴി? വളരെ നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ഈ വിധി ആർക്കറിയാം പൂർണ്ണമായിട്ട് എന്നൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ വിധി ആർക്കറിയാം? ഇപ്പോൾ പ്രശ്നവശാൽ പ്രശ്നത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും സത്യത്തിൽ ഒരാൾക്ക് അറിയില്ല. ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. മാർക്കണ്ഡേയന് വെറും 16 വയസ്സ്, 16ഓ 15ഓ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, വയസ്സ് മാത്രമാണ് വിധിച്ചിട്ടുള്ളൂ എന്ന് പരമശിവൻ തന്നെ വിധിച്ചിട്ട് അവന് 16ാമത്തെ വയസ്സിൽ അവൻ മരിക്കുമെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞ മാർക്കണ്ഡേയൻ അതിഘോരമായ തപസ് ചെയ്യുകയാണ്. ഒരു ശിവലിംഗം വെച്ചിട്ട് ഓം നമഃശിവായ മന്ത്രം കൊണ്ട്. അങ്ങനെ തൻ്റെ വിധിയെ മാറ്റിക്കുറിക്കുന്നതായിട്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൻ്റെ വിധിയെ മാറ്റിമറിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? തനിക്കുണ്ട്. ഇല്ല എന്ന് പറയില്ല. എങ്കിൽ പിന്നെ ശാസ്ത്രങ്ങൾ എന്തെങ്കിലും ഇവിടെ ആവശ്യമുണ്ടായിരുന്നോ? അതുകൊണ്ട് തൻ്റെ വിധിയെ തനിക്ക് മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്, ഉറപ്പാണ്. എന്തിൽ കൂടെ? തപസ്സിൽ കൂടെ. എല്ലാ കഴിവും നമുക്ക് തന്നിരിക്കുന്നു ഈശ്വരൻ. നമ്മളുടെ വിധികർത്താവ് ആരാണ് സത്യത്തിൽ? ഈശ്വരനാണ് വിധികർത്താവ്. നമുക്കിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖത്തിനും ഒക്കെ കാരണം ആരാണ്? ഈശ്വരനല്ല. നാം ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് സുഖവും ദുഃഖവും അനുഭവിക്കാൻ കാരണം. അതുകൊണ്ട് നമുക്ക് ഈ വിധിയെ നമുക്ക് മാറ്റിയെടുക്കാം നമ്മളുടെ കർമ്മം കൊണ്ട്.